To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ ഹരികൃഷ്ണ. നമുക്കിന്ന് ക്ലാസ് 11ൻ്റെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്റർ പഠിക്കാം. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഉള്ളൊരു പ്രത്യേകതയാണ് മൂവ്മെൻറ്റ് അഥവാ ചലനം. പക്ഷേ ലോക്കോമോഷൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ അനങ്ങുന്നുണ്ട്, ചുണ്ടനങ്ങുന്നുണ്ട്, കണ്ണനങ്ങുന്നുണ്ട്, നാക്കനങ്ങുന്നുണ്ട്, അതെല്ലാം മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ലോക്കോമോഷൻ ചെയ്യുന്നില്ല. അതേസമയം ഞാനിങ്ങനെ സംസാരിച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ചായി. അപ്പോൾ ഇവിടെ മൂവ്മെൻറ്റിനൊപ്പം എന്ത് സംഭവിച്ചു? ലോക്കോമോഷനും സംഭവിച്ചു. അപ്പോൾ നമുക്ക് ലോക്കോമോഷൻ ചെയ്യാനായിട്ട് പല ഓർഗാനിസത്തിനും പല ശരീരഭാഗങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാരമീഷ്യം, സീലിയ ഉണ്ട്, അമീബയ്ക്ക് സ്യൂഡോപോഡിയ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് ഫ്ലജെല്ലം ഉണ്ട്, നമുക്ക് കൈകാലുകളുണ്ട്, അല്ലേ? പക്ഷേ ഈ ലോക്കോമോഷനുള്ള ഈ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് തന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ പാരമീഷ്യത്തിൻ്റെ ശരീരം മുഴുവൻ സീലിയുണ്ട്. എന്തിനാണ്? മൂവ് ചെയ്തു പോകാൻ. പക്ഷേ അതേ സീലി ഉപയോഗിച്ചാണ് അത് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ ഹൈഡ്രയ്ക്ക് ടെൻഡക്കിൾസ് വെച്ച് മൂവ് ചെയ്യാം. പക്ഷേ അതേ ടെൻഡക്കിൾ ഉപയോഗിച്ചാണ് ഹൈഡ്ര എന്ത് ചെയ്യുന്നത്? ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫെൻസ് സ്റ്റിങ്ങിങ് ചെയ്യുന്നത്. നമുക്ക് കാലുകളുണ്ട്, കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാം അല്ലെങ്കിൽ ഓടാം. പക്ഷെ അതേ കാലുകളാണ് നമ്മുടെ പോസ്ചർ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോക്കോമോഷനും മൂവ്മെൻറ്റും ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ടാക്കിയാലോ, എല്ലാ മൂവ്മെൻറ്റ്സും ലോക്കോമോഷൻ അല്ല, പക്ഷേ എല്ലാ ലോക്കോമോഷനും ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ലോക്കോമോഷൻ നടക്കണമെങ്കിൽ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റവും മസ്കുലർ സിസ്റ്റവും നെർവസ് സിസ്റ്റവും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ തരം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ 3 വിവിധ തരം ചലനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് അമീബോയിഡ് മൂവ്മെൻറ്റ്, രണ്ടാമത്തേത് സീലിയറി, മൂന്നാമത്തേത് മസ്കുലർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു സൂചന ലഭിക്കും. അമീബോയിഡ് എന്ന് പറഞ്ഞാൽ അമീബ സഞ്ചരിക്കുന്നത് പോലെ. അമീബ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സ്യൂഡോപോഡി, അല്ലേ? ബോഡിയുടെ സെല്ലിൽ നിന്ന് പ്രൊജക്ഷൻസ് ഉണ്ടായാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലുള്ള ചില ശ്വേതരക്താണുക്കളും അതുപോലെ ഡിഫെൻസിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്ക് സഹായിക്കുന്ന മാക്രോഫേജസ് എന്ന് പറഞ്ഞ ചില വലിയ സെൽസ് ഉണ്ട്. അവയും എല്ലാം ഇതുപോലെ അമീബോയിഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അമീബോയിഡ് മൂവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു പുഷ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സെല്ലിനകത്ത് സെല്ലിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ചില മൈക്രോ ഫിലമെൻറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ സൈറ്റോസ്കെലറ്റൻ, സൈറ്റോ മീൻസ് സെൽ, സെല്ലിൻ്റെ സ്കെലറ്റൻ എന്നാണ് പറയുന്നത്. സപ്പോർട്ടീവ് സ്ട്രക്ചറാണ്. അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സീലിയറി മൂവ്മെൻറ്റ്, അപ്പോൾ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? സീലിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ അകത്തുള്ള ചില ചെറിയ ട്യൂബുലാർ ഡക്സ് ഉണ്ട്, ട്യൂബ്സ്. അതിനകത്തൊക്കെ സീലിയ ഉണ്ട്. എവിടുന്നാണ് ഈ സീലിയ വരുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു, എപ്പിത്തീലിയൽ സെൽസിൽ സീലിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ അകത്ത്, എസ്പെഷ്യലി ട്രക്കിയ, നമ്മുടെ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളിക്കകത്ത് ഇതുപോലെ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. ഈ സീലിയ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഈ അകത്തേക്ക് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മറ്റ് ഫോറിൻ വസ്തുക്കൾ, അതായത് അപകടകരമായ ഈ ജേംസിനെയെല്ലാം അല്ലെങ്കിൽ കീടാണുക്കളെല്ലാം പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സീലിയറി മൂവ്മെൻറ്റ് നടക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് അല്ലെങ്കിൽ ട്രക്കിയയ്ക്കാണ്. അതല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ഫാലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റിലാണ്. നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓവറിയിൽ നിന്ന് ഉണ്ടാകുന്ന ഓവം എവിടെ വരണം? ഈ ഫലോപ്പിയൻ ട്യൂബിൽ വന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് ഈ ഓവത്തിനെ അവിടെ എത്തിക്കണമെങ്കിൽ അതിനെ പുഷ് ചെയ്യാൻ കുറച്ച് സീലിയ വേണം. അപ്പോൾ ഓവിഡക്റ്റ് എന്ന് പറയുന്ന ആ ഡക്റ്റിനകത്തും നിറച്ച് സീലിയ ഉണ്ട്. അവരാണ് ആ ഓവത്തിനെ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ആ ട്യൂബിലെടുത്തിട്ട് തള്ളി 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 എവിടെ കൊണ്ടുവരുന്നത്? അതിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടിരുത്തും. അവിടെ നിന്ന് വെച്ചിട്ടാണ് സ്പേംസ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് മൂവ്മെൻറ്റ് നമുക്കെല്ലാം ഫെമിലിയർ ആണ്. നമ്മുടെ കൈകാലുകളിലും അല്ലെങ്കിൽ നമ്മുടെ ജോസ്, കണ്ണിൻ്റെ ഇമ വെട്ടുന്നത്, ടങ് മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? എക്സാമ്പിൾ ഓഫ് മസ്കുലർ മൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ മസിലിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് മസ്കുലർ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ മസിൽസ് എന്ന് പറയുന്നത് മീസോഡെർമൽ ഇൻ ഒറിജിൻ എന്ന് പറയും. നമ്മൾ ഹാർട്ട് പഠിച്ചപ്പോഴും ഇതേ വാക്യമാണ് ഉപയോഗിച്ചത്, മീസോഡെർമൽ. അതായത് നമ്മൾ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 3 ലെയറായിട്ട് നമ്മുടെ ആ എംബ്രിയോ മാറും. ഔട്ടർ ഒരു എക്ടോഡേം, ഇന്നർ ഒരു എൻഡോഡേം, അതിൻ്റെ ഇടയ്ക്കൊരു മീസോഡേമും കൂടി ഉണ്ടാകും.
ആ മീസോഡെർമിൽ നിന്നാണ് ഹാർട്ടും നമ്മുടെ മസിലും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ മീസോഡെർമൽ ഇൻ ഒറിജിൻ എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ശരീരഭാരത്തിൻ്റെ 40 മുതൽ 50% എന്തിൻ്റെയാണ്? മസിൽസിൻ്റെയാണ്. ഇനി മസിൽസിന് 4 പ്രത്യേകതകളാണുള്ളത്. എക്സൈറ്റബിലിറ്റി, അതായത് നെർവ് ഇമ്പൾസ് വരുമ്പോൾ അത് എക്സൈറ്റഡ് ആകും. കോൺട്രാക്റ്റിലിറ്റി, അതിനെ കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എക്സ്റ്റെൻസിബിലിറ്റി, അതിനെ റിലാക്സ് ചെയ്ത് എക്സ്റ്റെൻഡ് ആവാനുള്ള കഴിവുണ്ട്. ഇലാസ്റ്റിസിറ്റി, ഇതിന് ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. അപ്പോൾ ഈ 4 പ്രത്യേകതകളാണ് നമ്മുടെ മസിൽസിനുള്ളത്. ഇനി നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള മസിൽസാണുള്ളത്. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽ. സ്കെലിറ്റൽ മസിൽ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതപ്പോൾ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നു. അതാണ് നമ്മൾ സ്കെലിറ്റൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രയേറ്റഡ് മസിൽ. കാരണം ഇതിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കും. പിന്നെ ഇതിനെ നമ്മൾ വോളണ്ടറി മസിൽ എന്ന് വിളിക്കും. കാരണം അതിനെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കൈ ഇങ്ങനെ നീട്ടണം അല്ലെങ്കിൽ കൈ മടക്കണം, അപ്പോഴൊക്കെ ഈ മസിൽസ് കൺട്രാക്റ്റും റിലാക്സും ചെയ്യുകയാണ്. അത് ഞാൻ കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്, അറിയാതെ ചെയ്യുന്നതല്ല, അല്ലേ? അപ്പോൾ അതാണ് വോളണ്ടറി. ഇനി കമ്മിങ് ടു സ്മൂത്ത് മസിൽ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് സ്മൂത്ത് ആണ്. എന്താ സ്മൂത്ത് എന്ന് വിളിക്കുന്നതിന് കാരണം അത് സ്കെലിറ്റൽ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലാണ് ആന്തരിക അവയവങ്ങളിലാണ് കാണുന്നത്. അതായത് നമ്മുടെ സ്റ്റൊമക്ക്, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, അവിടെയൊക്കെയാണ് ഈ സ്മൂത്ത് മസിൽസ് കണ്ടുവരുന്നത്. ഇനി അവയ്ക്ക് സ്ട്രയേഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അവയെ അൺസ്ട്രയേറ്റഡ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്നും വിളിക്കാം. ഇനി അവയ്ക്ക് വോളണ്ടറി ആക്ഷൻ ആണോ? അല്ല, അവയ്ക്ക് ഇൻവോളണ്ടറി ആണ്. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റൊമക്കിനോട് പറയണം ചേൺ ചെയ്യേണ്ട, ചേൺ എന്ന് വെച്ചാൽ ഇങ്ങനെ കോൺട്രാക്ട് റിലാക്സ് ചെയ്യേണ്ട, പറയാമെന്നേ ഉള്ളൂ, സ്റ്റൊമക്ക് കേൾക്കില്ല, അല്ലേ? കാരണം അത് ഇൻവോളണ്ടറി ആണ്. അപ്പോൾ ഇനി എന്താണ് കാർഡിയാക് മസിൽ? കാർഡിയാക് മസിൽ എവിടെയാണ് കാണുന്നത്? ഹൃദയത്തിൽ മാത്രം കാണുന്നതാണ്. അത് മറ്റ് മസിൽസിനെ പോലെ റെസ്റ്റ് എടുക്കാതെ നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ ഇങ്ങനെ കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ചെയ്ത് നമ്മളെ ജീവൻ നിലനിർത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ഈ സ്കെലിറ്റൽ മസിലിൽ സിലിണ്ട്രിക്കൽ ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്, ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ഉണ്ട്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഈ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനെ പറയുന്ന പേരാണ് സിൻസൈറ്റിയം. അപ്പോൾ സിലിണ്ട്രിക്കൽ, അൺബ്രാഞ്ച്ഡ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആൻഡ് വിത്ത് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ്. ഇനി സ്മൂത്ത് മസിൽസിൽ വരുമ്പോഴോ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, വിത്തൗട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്ട്രയേഷൻസ്. കാർഡിയാക് മസിലിന് ഇവ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. സിലിണ്ട്രിക്കൽ ലൈക്ക് എ സ്കെലിറ്റൽ മസിൽ ബട്ട് ബ്രാഞ്ച്ഡ് അൺലൈക്ക് സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽ ബ്രാഞ്ച് ഇല്ല, ഇത് ബ്രാഞ്ച്ഡ് ആണ്, സിലിണ്ട്രിക്കലും ആണ്. ഇവിടെ യൂണി ന്യൂക്ലിയേറ്റ് സ്മൂത്ത് മസിൽ, ഇവിടെ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. കാരണം ഈ ഓറഞ്ച് ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇന്റർകാലേറ്റഡ് ഡിസ്ക് ആണ്. അത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് യൂണി ന്യൂക്ലിയേറ്റ് എന്ന് പറയാം. പിന്നെ സ്ട്രയേഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അപ്പം ഇതുപോലെ ഡാർക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്ട്രയേഷൻസ് ഇല്ലെങ്കിലും ഫെയിൻറ്റ് സ്ട്രയേഷൻസ് ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ടൈപ്സ് ഓഫ് മസിൽസിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ഫോക്കസ് ഇതിലേക്ക് വരണം സ്കെലിറ്റൽ മസിൽ. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കൈകാലുകളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലോക്കോമോഷനെ കുറിച്ചാണ്. ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.